എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്, ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളെല്ലാം തന്റെ നാമത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ തന്റെ നാമത്തെ വെളിപ്പെടുത്തുന്നില്ല, ദൈവത്തെയാണ് കാണിക്കുന്നത്. എന്താണെന്നറിയാമോ? എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ച് മനസ്സുമടുത്ത് പിന്മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന സമയം അവരെ ബലപ്പെടുത്തേണ്ടതിന് പറയുകയാണ്, അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന് പറയുകയാണ്. ദൈവം പണ്ടാരായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 27 പറയുന്നു, അവ സൃഷ്ടാവായ ദൈവം നിലത്തെ പിടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം വീണ്ടെടുപ്പുകാരനായി മാറുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങിത്തിരിച്ച അബ്രഹാമിന് വേണ്ടി മോറിയാമലയിൽ കരുതുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയം ദൈവം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന്. കർത്താവിൽ പ്രിയരെ, ക്ഷീണിക്കരുത്, മടുക്കരുത്. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്, ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, ദൈവം നമുക്ക് വേണ്ടി കരുതും. ദൈവം നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ദൈവത്തിന്റെ മക്കളെ നോക്കണമേ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നമ്മുടെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം, ക്രിസ്തു യാഗമായി തീർന്നു. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ സമാധാന മാർഗത്തെ നടത്തുവാൻ, നമുക്ക് സ്വസ്ഥത തരുവാൻ, നമുക്ക് നിത്യത തരുവാൻ, നാം അനുഗ്രഹിക്കപ്പെടാൻ സമ്പന്നനായ ക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപ മറക്കരുത്. ക്ഷീണങ്ങൾ മറക്കാം, ഭാരങ്ങൾ മറക്കാം, ക്രിസ്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കും.